വിചാരിച്ചോ നിങ്ങൾ? നടക്കൂല. റസൂലുള്ളാഹിന്റെ സുന്നത്തില്ലാത്ത ഒരു കാര്യങ്ങളും ഒരിടത്തും ഞങ്ങൾ കൂടുകയില്ല. അതിന്റെ പേരിലാണ് ഞങ്ങൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തത്, നമ്മൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്റ് ചൊല്ലാറില്ല എന്നാ. ദിക്റുല്ല, ചൊല്ലൂല. ഞാനിപ്പോ ഉറപ്പിച്ചെന്നെ പറയാം, ചൊല്ലൂല. എന്താ ചൊല്ലാതിരിക്കാൻ കാരണം? ഇവരുടെ സമസ്തയുടെ അഥവാ ഇവിടെ വന്ന ഇവിടെ പ്രസംഗിച്ച അഷ്റഫി കക്കുംപടി അദ്ദേഹത്തിന്റെ നേതാവ്, ഖുർആൻ പണ്ഡിതൻ, ശാസ്ത്ര പണ്ഡിതൻ എന്നൊക്കെ പറയാറുള്ള ആ പണ്ഡിതൻ തന്നെ പറയട്ടെ എന്താണ് അതിന്റെ ഹുക്മ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് പറയണം. അപ്പൊ സലഫ് സാലിഹീങ്ങളുടെ മാർഗം എന്താ? മയ്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് മിണ്ടാതെ പോകലാണ് കേട്ടോ. മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മിണ്ടാതെ പോകലാണ്. മാകാന അലൈഹി സലഫു, സലഫുകളുടെ മാർഗം അങ്ങനെയായിരുന്നു. സലഫുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? റസൂലുള്ളാഹിയും സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഇമാമുമാരും അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ, ഈ ഉമ്മത്തിലെ ഉത്കൃഷ്ടരായ ആളുകൾ. അവര് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെയാണ് പോയത്. എന്നാൽ ഇന്ന് ചില ആളുകൾ ചിരിച്ചോണ്ട് പോണ ആരാ? സമസ്തക്കാരെന്നെ. ചിലയിടത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുജാഹിദിന്റെ വീടെത്തിയ സംസാരം മാറും, മുദ്രാവാക്യാവും. അപ്പൊ അത് കേൾക്കുമ്പോ ചില ആളുകൾക്ക് ചിരി വരും, ചില ആളുകൾക്ക് അത് കേൾക്കുമ്പോ സന്തോഷം വരും, സന്തോഷം കൊണ്ടും ചിരിക്കും. ആ കണ്ടതാ മൂപ്പര്. മുജാഹിദികൾ ചിരിച്ചോണ്ടല്ല പോണത്, മുജാഹിദികൾ ശരിക്കും ചിന്തിച്ചുകൊണ്ടാ പോകാറുള്ളത്. മരണത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടുപോകും, സലഫുകളുടെ മാർഗം പിൻപറ്റിക്കൊണ്ടു പോകും. ഇതൊക്കെ ഉണ്ടോ ഈ കക്കുംപടി സാഹിബിനറിയുന്നത്? മൂപ്പർക്ക് ആകെ പടിപടിയായിട്ട് കക്കാനല്ലേ അറിയുള്ളൂ. ക്ലിപ്പിലും കക്ക, ആയത്തിലും കക്ക, ഹദീസിലും കക്ക, എല്ലാത്തിലും കക്കണ സ്വഭാവമല്ലേ മൂപ്പർക്കുള്ളു. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം അവരുടെ സൂപ്പർ പ്രസംഗകനല്ലേ. ഇന്ന് ജീവിച്ചിരിക്കുന്ന AK സമസ്തയുടെ സൂപ്പർ പ്രസംഗകൻ അദ്ദേഹം. അതെങ്കിലും ഒന്ന് ഇരുന്ന് കാണണ്ട ചങ്ങായിമാരെങ്ങള്. അതൊക്കെ കണ്ടാലല്ല ദീന് തിരിയൂ അല്ലേ? ഞങ്ങൾക്ക് ദീന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പഠിച്ച ദീന് നിങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് തെളിവ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞത് കൃത്യമായും തള്ളിക്കളയപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത ആരോപണം എന്താ? മുജാഹിദികൾ നെഞ്ചത്ത് കൈകെട്ടുന്നു. അപകടമാണ് ഇവരുടെ കൈകെട്ടൽ, അപകടമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ വർത്താനം കേട്ടിട്ട് ഞാൻ വിശദീകരിക്കാം. ഈ കെട്ടിട ഒന്ന് ട്രാൻസ്ഫോമർ കടയിക്കട്ട്, 2 ഗ്യാസിന്റെ കടയിക്കട്ട്. അല്ല, 2 അപകടമാണ്. ട്രാൻസ്ഫോമർ തൊടാൻ നിൽക്കരുത്, അപകടം പിടിച്ചതാണ്. ഗ്യാസ് അവിടെ പോയി തൊടാൻ നിൽക്കേണ്ട അപകടം.
എന്നിട്ട് അവർ അള്ളാഹുക്ക് കൊടുത്തു നമ്മൾ ഒന്നിലേക്കും അവിടെ പുറത്തുകൊണ്ട് കിട്ടിച്ചു ഡേഞ്ചറാണ് തുടരാൻ നിൽക്കുന്ന നിസ്കാരം അപകടത്തിലാണ്. കേട്ടോ സഹോദരങ്ങളെ, എന്താണ് പറഞ്ഞത്? മുജാഹിദുകൾ കൈകെട്ടുന്നത് ഇങ്ങനെയാണ്, അപകടമാണ്. ഈ ചങ്ങായി എപ്പോഴെങ്കിലും മുജാഹിദുകളെ കണ്ടിട്ടുണ്ടോ? ഈ ദുനിയാവിന്റെ പുറത്താണോ ഇയാൾ ജീവിക്കുന്നത്? ആണോ? ഇവിടെ സമസ്തയുടെ ഈ പള്ളിയിലല്ലേ ഇപ്പോൾ ഈ മുജാഹിദ് സുഹൃത്തുക്കൾ മഗ്‌രിബ് ഇശാ നിസ്കരിച്ചത്? അല്ലേ? ഇങ്ങനെയാണോ കൈകെട്ടിയത്? എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ മുജാഹിദുകൾ ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്നത്? എന്തൊരു വൃത്തികേടായി പറയുന്നത്. ആളുകൾ വിചാരിക്കും നെഞ്ചത്ത് കൈകെട്ടുന്ന മുജാഹിദുകൾ ഇങ്ങനെ അങ്ങ് കൈകെട്ടാണെന്നാ. അല്ലേ? ഞങ്ങൾ കൈകെട്ടുന്നത് ഏത് രൂപത്തിലാണെന്നറിയോ? റസൂലുള്ള പഠിപ്പിച്ചതുപോലെ. എന്താണത്? ആ മണിബന്ധത്തിന്റെ അടുത്തിങ്ങനെ കൈവച്ചിട്ട് അത് രണ്ടും നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വായിൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. അത് നെഞ്ചിന്റെ മേലാണ് വെക്കേണ്ടത്. ഇനി ഹദീസിൽ എങ്ങനെ? ശാഫിഈ മദ്ഹബ് എങ്ങനെയാ? പള്ളമ കെട്ടാനാണോ? അല്ല. ശാഫിഈ മദ്ഹബിലെ മുഗ്നി നോക്ക്, തുഹ്ഫ നോക്ക്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ നോക്ക്. അതിൽ കാണാം അലാ സദരിഹി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ രണ്ട് കൈയും ശരീരത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ അവയവത്തിന്റെ പുറത്തു വരണമെന്നാണ് അർത്ഥം. ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാ? അഷ്റഫുൽ അഅ്ളാ. ശാഫിഈ മദ്ഹബിലെ ഫിഖഹിന്റെ വാചകം ഞാൻ പറഞ്ഞത് അഷ്റഫുൽ അഅ്ളാ. അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണത്? അത് ഹൃദയമാണ്. ചില പണ്ഡിതന്മാർ ഒരു വരി കൂടി പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെടുമ്പോ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ നമ്മളങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിക്കാറില്ലേ? നെഞ്ചോട് ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കാറില്ലേ? അതുപോലെയാണ് ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു വാചകം കൂടി, ഒരു ഹിക്മത്ത് കൂടി അതിലുണ്ടെന്ന് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. നെഞ്ചത്ത് കൈകെട്ടണമെന്ന് പറഞ്ഞതിനെ റസൂലുള്ളാഹിന്റെ ഹദീസിനെ ആക്ഷേപിച്ച്, മാത്രമല്ല ശാഫിഈ പണ്ഡിതന്മാരെ പോലും ബഹുമാനിക്കാത്ത ഈ കക്കുംപടി സാഹിബ് അതിനെ ആക്ഷേപിച്ചത് എന്താ? മുജാഹിദുകൾ ഇങ്ങനെയാണ് അത്രേ കൈകെട്ടുന്നത്. ആരോപണം 3 റസൂലുള്ളാഹിന്റെ പേരിൽ ആരോപണം, ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരുടെ പേരിൽ ആരോപണം, മുജാഹിദുകളുടെ പേരിലുള്ള ആരോപണം. എന്റെ പ്രിയപ്പെട്ട പ്രസംഗകരെ, നിങ്ങൾക്ക് അള്ളാഹിന്റെ മുന്നിലെത്തണ്ടേ? അള്ളാഹുവിന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ എന്തു മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ വെച്ച് ആളുകളുടെ കയ്യടി വാങ്ങാൻ, ഇവിടെ വെച്ച് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നിങ്ങൾക്ക് എന്തും പറയാം. പക്ഷേ എല്ലാവരും ഒറ്റക്കൊറ്റക്ക് നിൽക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിലെത്തുന്ന സമയത്ത് എന്തു മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കേട്ടോ, തെറ്റിദ്ധരിപ്പിക്കല. കൈ ഇവിടെ കെട്ടാൻ. എന്നിട്ടോ ഇനി ഹനഫി മദ്ഹബിൽ പുരുഷന്മാര് കെട്ടേണ്ടത് പൊക്കിളിന് താഴെ അല്ലേ? പെണ്ണുങ്ങളവിടെ കെട്ടണം. എവിടെ കെട്ടാ? നെഞ്ചിൽ കെട്ടണം. ഹനഫി മദ്ഹബ് ഞാൻ പറഞ്ഞത്. അത് വിമർശിക്കോ ഇങ്ങനെ കെട്ടാണെന്ന് വിമർശിക്കോ? സമസ്തയല്ലേ, ദക്ഷിണ സമസ്തയല്ലേ ഹനഫി മദ്ഹബിന് വേണ്ടിയിട്ടും സമസ്തയുടെ പേരിലുള്ള ഹനഫികൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് സമസ്ത മദ്രസയുണ്ടെങ്കിൽ അവിടത്തേക്ക് മദ്രസ പാഠപുസ്തകങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഹനഫി പാഠപുസ്തകം എന്ന പേരിൽ നിങ്ങൾ എഴുതി കൊടുക്കാറില്ലേ? അത് നിങ്ങൾ എഴുതിട്ടില്ലേ പെണ്ണുങ്ങൾ നെഞ്ചത്ത് കൈ കെട്ടണമെന്ന്? അതിനർത്ഥം എന്താ? കക്കുമ്പടി സാഹിബ് പറഞ്ഞു ഇങ്ങനെ കെട്ടണമെന്നാ? എന്തൊരു വൃത്തികേടായി പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞില്ല, വീണ്ടും ഞാൻ ആവർത്തിക്കാൻ. ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. സ്വന്തം സമസ്തയുടെ പാഠപുസ്തകം എങ്കിലും ഒന്ന് വായിച്ചു നോക്കണ്ടേ? കിതാബ് ഓതി പഠിക്കണില്ല, എന്നാ ഇതെങ്കിലും വായിച്ചു നോക്കണ്ടേ? സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ആരോപണമാണ് വിരല് മുജാഹിദുകൾ അനക്കുന്നു. ഇവര് അപകട ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരുന്ന ഉണ്ടോ? ഞാൻ വെല്ലുവിളിക്കാൻ 4 മദ്ഹബിന്റെ ഇമാമുകളിലും അനക്കലുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റും. 4 മദ്ഹബിന്റെ ഇമാമുമാർ പറയുന്നത് അനക്കണമെന്നും. ശാഫിഈ മദ്ഹബിൽ നമസ്കാരം തുടങ്ങുന്നത് മുതൽ ഇങ്ങനെ വിരലിങ്ങനെ താഴ്ത്തു നീട്ടി വെക്കണം, ഇർസാല് ചെയ്യണം. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദം വരുമ്പോൾ അത് ഇശാറത്താക്കണം. വിരൽ അനങ്ങിയോ? അനക്കി. അവസാനം വരെ അങ്ങനെ. ഇനി ഹനഫി മദ്ഹബിലോ ലാ ഇലാഹ എന്ന് പറയുമ്പോൾ ഉയർത്തണം, ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ താഴ്ത്തണം. ഇനി താഴെ പറയാൻ പോകുന്ന 2 മദ്ഹബിന്റെ അഭിപ്രായം,
ഒരു മദ്ഹബിൽ ജലാലത്തിന്റെ ഇസ്മ വരുന്നിടത്തൊക്കെ ഉയർത്തണം. അത്തഹിയാത്ത് മുതൽ ജലാലത്തിന്റെ ഇസ്മ അഥവാ അല്ലാഹ് എന്ന പദം വരുന്നിടത്തൊക്കെ ഉയർത്തണം. മറ്റൊരു മദ്ഹബിൽ ഇടത്തോട്ടും വലത്തോട്ടും അനങ്ങിക്കൊണ്ടേയിരിക്കണം. അപ്പൊ 4 മദ്ഹബിന്റെ ഇമാമുമാരും അനക്കണമെന്ന് തന്നെ പറയുമ്പോ റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസുണ്ട്. അതേ റസൂലുള്ള പറയുന്നു, റസൂലുള്ള ഈ വിരലിങ്ങനെ അനക്കിക്കൊണ്ടിരുന്നു. ആ വിരല് കൊണ്ടൊരാളെ വിളിക്കുന്നത് പോലെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരുന്നു. ഒരാളെ 2 വിരൽ അനക്കുന്ന കണ്ടപ്പോ റസൂലുള്ള പറഞ്ഞു, അഹിദ് അഹിദ്, ഒരെണ്ണം അനക്കിയാൽ മതി കേട്ടോ. മാത്രമല്ല ഇങ്ങനെ അനക്കുക എന്ന വിഷയത്തെ റസൂലുള്ള പറയുന്നു, അശദ്ദു അല ശൈത്വാനി മിനൽ ഹദീദ്, ഇരുമ്പിനേക്കാൾ മൂർച്ചയുള്ള ഒരു ആയുധത്തെക്കാൾ ഇബ്ലീസിന് ഏറ്റവും കഠിനമായത് അതാണ് കേട്ടോ. കേട്ടോ, റസൂലുള്ളാഹിന്റെ പ്രവർത്തനാണ്. അപ്പൊ ഹുക്മ് 2, ഒന്നെങ്കിൽ തുടക്കം മുതൽ ഇങ്ങനെ നീട്ടിവെക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, അനക്കിക്കൊണ്ടിരിക്കാം. ആ വിഷയത്തെ എതിർക്കുന്ന നമ്മൾ വീണ്ടും പറയാൻ കിതാബ് ഓതണ്ടേ, ഹദീസ് ഓതണ്ടേ? വെറുതെ അഷ്റഫി എന്ന് പറഞ്ഞ് നടന്നാ മതിയോ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഹദീസൊക്കെ വായിച്ചു പഠിക്കണം, ഇമാമുമാരുടെ ഖൗല് പഠിക്കണം, എന്നിട്ട് വേണം പ്രസംഗിക്കാൻ ഇറങ്ങാൻ. 4 മുജാഹിദ് പണ്ഡിതന്മാരെ ക്ലിപ്പ് സമസ്തക്കാരൻ കൊടുത്ത് ഏപ്പിക്കാര് കെട്ടുന്ന കണ്ടിട്ട് ഓല കയ്യിൽ വാടക വാങ്ങിട്ട് പോരല്ല ദീന് പഠിക്കാതെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊരു ആരോപണം മാത്രമായിരുന്നു, അതിലൊന്നും തെളിവില്ല. ഇനിയും നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി മുജാഹിദുകളെ കുറിച്ച് വലിയൊരു ആരോപണം. ഞാനിവിടെ പ്രസംഗിച്ചതിന് ഒരു മറുപടി പറയാൻ ശ്രമിക്കുക എന്നൊരു തോന്നലുണ്ടാക്കിയെടുത്തൊരു സംഗതി എന്താ അറിയോ? മുജാഹിദുകളുടെ നേതാക്കന്മാർ ആദ്യകാലത്തെ മൗലിദാഘോഷത്തെ അംഗീകരിച്ചവരാ, പിന്നെയാണ് ഇവരെ എതിർത്തത്. കണ്ടോ, എല്ലായിടത്തും കാണാം. അൽ മുർഷിദ് കെ എം മൗലവി അങ്ങനെ മൗലിദ് ആഘോഷിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മൗലവിമാർക്ക് ഇപ്പോഴാണ് അത് പ്രശ്നമായത് എന്ന്. ഈ വിഷയം ഈ കഴിഞ്ഞിടക്ക് മഞ്ചേരി മുഖാമുഖത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മൗലിദാഘോഷം എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പരസ്യമായ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. ആ മുഖാമുഖം നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ഇവര് കല്ലെറിഞ്ഞുകൊണ്ട് പണ്ഡിതന്മാരെ ദേഷ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് കല്ലേറുകൊണ്ട് തലയിൽ നിന്ന് രക്തം പൊട്ടി, സാധാരണക്കാരായ പ്രവർത്തകർക്ക് അടികൊണ്ടു. പ്രിയപ്പെട്ട നിയമപാലകർ ഇടപെട്ടുകൊണ്ട് ആ പരിപാടി ചോദ്യോത്തര സെഷൻ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ശേഷം പ്രസംഗിച്ചോളൂ എന്നവർ പറഞ്ഞു. കാരണം അവർ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ തോന്നിവാസങ്ങൾ മുഴുവനും. ഇതുപോലെ അതാ ആ മുഖാമുഖത്തിൽ ചോദ്യം വന്നു. ആ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് വ്യക്തമായ മറുപടി ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ നൽകുന്ന വിഷയം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അത് മാത്രം മതി, ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞത് എന്റെ കയ്യിൽ ആദരക്കരന്റെ കൈ സാധനം എല്ലാം എന്നെ സമ്മതിച്ചു. ഓക്കെ, രണ്ടാമത് ഏത് പുസ്തകമാണ് ഉദ്ദേശിച്ചത്? ഇത് പണ്ഡിത സഭ പ്രസിദ്ധീകരിച്ച മൗലിദിനെ സംബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകം. മൗലിദിനെ സംബന്ധിച്ച് പണ്ഡിത സഭ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഒന്നാമത്തെ മറുപടി. മൗലിദ് സംബന്ധമായി അത് ന്യായീകരിച്ചുകൊണ്ടോ അതിനെ പ്രശംസിച്ചുകൊണ്ടോ ഒരു പ്രത്യേക പുസ്തകം കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതൊരു കാര്യം പറയട്ടെ, ഏതായാലും താങ്കൾ ആ സാധനം കണ്ടിട്ടില്ല എന്നത് വസ്തുതയാണ്. പക്ഷെ താങ്കളെ പറ്റിച്ച മുസ്ലിയാക്കന്മാർ, താങ്കൾ ഉണ്ട് എന്ന് പറഞ്ഞ് പറ്റിച്ച മുസ്ലിയാക്കന്മാർ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാൻ കുഴപ്പമില്ല, വിളിച്ചോളൂ. താങ്കൾ പുസ്തകം വിളിച്ചു ചോദിക്കുക, അവരാണല്ലോ പറ്റിച്ചത്. അങ്ങനെ അവര് പറഞ്ഞ് താങ്കളെ പറ്റിച്ച പുസ്തകം, ആ പുസ്തകത്തിൽ നിന്ന് തന്നെ താങ്കൾ നിർബന്ധമായും കേൾക്കേണ്ടുന്ന, താങ്കൾ നിർബന്ധമായും അറിയേണ്ടുന്ന ഒരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. താങ്കൾ ശ്രദ്ധിക്കുമല്ലോ. താങ്കൾ ഉദ്ദേശിച്ച പുസ്തകം ഏതാണോ, താങ്കൾക്ക് പറയാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, താങ്കൾ മനഃപൂർവ്വം കൊണ്ടുവരാതിരുന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൊണ്ടുവരാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണോ, ആ പുസ്തകത്തിൽ നിന്ന് താങ്കൾ അനിവാര്യമായും വായിക്കേണ്ടുന്ന ഒരു അനിവാര്യമായും അറിയേണ്ടുന്ന കേൾക്കേണ്ടുന്ന ഒരു ഭാഗം വായിച്ചു കേൾപ്പിക്കട്ടെ. അദ്ദേഹം ശ്രദ്ധിക്കുമല്ലോ. അദ്ദേഹം പറയുന്നു, എന്നാൽ ഈ മാസത്തെ നാം എങ്ങനെ കൊണ്ടാടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നമുക്കുള്ള ബഹുമാനത്തെ നാം എങ്ങനെ പ്രദർശിപ്പിക്കണം എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുമ്പായി ഇന്ന് നാം റബീഉൽ അവ്വൽ മാസത്തെ എങ്ങനെ കൊണ്ടാടുന്നുവെന്നും നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ എങ്ങനെ പ്രദർശിപ്പിച്ചു വരുന്നുവെന്നും നമുക്ക് പരിശോധിക്കാം. അതാണ് അത് പ്രസക്തമായ ഭാഗം. എന്നിട്ട് പറയുന്നു, എന്താ പറഞ്ഞത്? റബീഉൽ അവ്വൽ മാസം വന്നാൽ വീടുതോറും മൗലൂദ് ഓതുന്ന സമ്പ്രദായം
സമ്പ്രദായമാണ് അനേക കാലമായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്. ഈ സമ്പ്രദായം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കുവാനോ തിരുമേനിയുടെ ചര്യകളെ അറിയുവാനോ സാധിക്കുന്നില്ല. മൗലിദുകാവട്ടെ നമ്മൾ അധികം പേർക്കും അറിഞ്ഞുകൂടാത്ത അറബി ഭാഷയിലാണ്. നബിയുടെ ശരിയായ ജീവചരിത്രം അവയിൽ ഇല്ല എന്ന് തന്നെ പറയാം. മിക്ക മൗലീദുകളിലും ജനനം വരെയുള്ള വിവരം മാത്രമായിരിക്കും. ചിലതിൽ ജനന ദിവസം ഉണ്ടായ അത്ഭുത സംഭവങ്ങളും ശൈശവകാലത്തെ ഏതാനും വിവരങ്ങളും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് ചില കിസ്സകളാണ്. കിസ്സകളിൽ അധികവും അടിസ്ഥാനരഹിതങ്ങളാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ അറബി ഭാഷയിലുള്ള മൗലിദ് മുക്രിയോ മുല്ലയോ വന്ന് ഒരു ഭാഗത്തിൽ നിന്ന് ചൊല്ലിപ്പിരിഞ്ഞത് കൊണ്ട് എന്തൊരു ഫലമാണ് ശ്രദ്ധിക്കുവാനുള്ളത്. മുല്ല ചൊല്ലുന്നത് എന്താണ് എന്ന് മുല്ലക്ക് തന്നെ മനസ്സിലായിരിക്കില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും അത് തന്നെ. റബീഉൽ അവ്വൽ കൊണ്ടാടേണ്ടത് ഇങ്ങനെയാണോ? ഇതുകൊണ്ടാണോ നബിയോടുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത്? താങ്കൾ പേര് പറയാൻ മടിച്ച, താങ്കൾ വായിക്കാൻ പ്രയാസപ്പെട്ട പുസ്തകം ഏതാണോ അതേ പുസ്തകത്തിലാണ് പറഞ്ഞത് ഇങ്ങനെയല്ല നബിയെ പിൻപറ്റേണ്ടത്, ഇങ്ങനെയല്ല നബിയെ സ്നേഹിക്കേണ്ടത്. മുല്ല എന്തൊക്കെയോ ഒന്ന് ചൊല്ലി പറഞ്ഞു പോകുന്നു, എന്ത് ചൊല്ലുന്നുവെന്ന് മുല്ലക്കറിയില്ല. ചൊല്ലിക്കുന്നവന്റെ സ്ഥിതിയും ഇത് തന്നെയാണ്. എന്നിട്ട് പറയുന്നു നബിയോട് നമുക്കുള്ള ബഹുമാനത്തെ പ്രദർശിപ്പിക്കേണ്ടത് നബിയുടെ ചര്യകളെയും സന്ദേശങ്ങളെയും പഠിക്കുകയും തിരുമേനിയെ പിന്തുടരുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നബിയെ പിന്തുടരുന്നത് കൊണ്ടല്ലാതെ നാം അല്ലാഹു തആലയുടെ സ്നേഹത്തിന് പാത്രവാന്മാരായി തീരുകയില്ല. അല്ലാഹു തആല പറയുന്നു ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം ഖുൽ അതീഉല്ലാഹ വറസൂൽ ഫഇൻ തവല്ലൗ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ തുടങ്ങിയ ആയത്തുകളും സമാനമായ ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് നബിയെ പിൻപറ്റേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഇസ്ലാഹി പ്രഭാഷകന്മാരുടെ പ്രസംഗ ഭാഗം കട്ടുമുറിക്കുന്ന മനുഷ്യന്മാര് ഈ ഒരു മാസികയിൽ പോലും കട്ടുമുറിച്ചത് എന്ന് പറയാതിരിക്കാൻ പറഞ്ഞ ആള് ഫൈസൽ മുസ്ലിയാരാണ്. ഫൈസൽ മുസ്ലിയാർ ഇന്ന് ഈ ഇവിടെ പ്രസംഗിക്കാൻ വന്ന ആൾ അടക്കമുള്ള ആളുകൾക്ക് വല്ലാത്ത തലവേദനയാണ്. അതുകൊണ്ട് തന്നെ പറയും ഫൈസൽ മുസ്ലിയാരെന്ന് പറഞ്ഞ് നടക്കണ്, ഓന് വിവരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കവരുടെ പണി കണ്ടോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുജാഹിദ് പണ്ഡിതന്മാർ മൗലിദാഘോഷത്തെ ആദ്യം അനുകൂലിച്ചെന്നും പിന്നീട് പ്രതികൂലിച്ചെന്നും ഒക്കെ പറഞ്ഞ് നടന്ന ആളുകൾ നേർക്കുനേരെ മുഖാമുഖത്തിൽ വന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് കൊടുത്ത മറുപടിയാണ് എവിടെ പുസ്തകം കൊണ്ടുവാ, ഇല്ല കയ്യിലില്ല, എന്നാൽ ഫോട്ടോ കോപ്പി കൊണ്ടുവാ, അതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത നമ്മുടെ കക്കുംപടി സാഹിബിനെ പോലെ ആളുകളുടെയൊക്കെ പ്രസംഗത്തിൽ നിന്ന് അവർ കേട്ടതായി പാവപ്പെട്ട ജനങ്ങള് അവർ കേട്ടിട്ടാ മുജാഹിദ് പണ്ഡിതന്മാർ അവർ ചോദ്യം ചോദിക്കാൻ വന്നത്. പക്ഷേ ഉത്തരം കേട്ടപ്പോൾ അദ്ദേഹത്തിന് തൃപ്തിയായി. പക്ഷേ പിന്നീട് കേൾക്കുന്നത് സുന്നികൾ പറഞ്ഞുണ്ടാക്കി, ഏപ്പിക്കാർ മറ്റുള്ളവരും പറഞ്ഞു അയാള് മുജാഹിദാണ് ചോദിച്ചവനെന്ന്. മുജാഹിദാണ് ചോദിച്ചവൻ 24 ക്യാരറ്റ് SSF കാരൻ അയാള്, എന്നിട്ട് പറയാ മുജാഹിദുകാരനാണ്. അങ്ങനെയാണ് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ച ഉടനെ അവൻ മുജാഹിദുകാരനാക്കുവര്. അപ്പോ മനസ്സിലായല്ലോ, ഇവിടെ കക്കുംപടി സാഹിബ് പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ച വിഷയം, ആ വിഷയത്തിന്റെ നിജസ്ഥിതി നിങ്ങൾക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലുകളാണ് ഓരോന്നായിട്ട് നടന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ വിഷയങ്ങളാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. നോക്കൂ നിങ്ങള്, കക്കുംപടി ഓരോന്നിങ്ങനെ കക്കല് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു ആരോപണമുണ്ട്, മുജാഹിദികൾ ബിദ്അത്തുകൾ എന്ന് പറയപ്പെടുന്ന സംഗതികൾ വിശദീകരിക്കും. പറയും ബിദ്അത്ത് വലിയ കുറ്റമാണ്. എന്തിനേക്കാൾ? മോഷണത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, അതുപോലെയുള്ള തിന്മകളെക്കാളൊക്കെ വലുത് ബിദ്അത്ത് തന്നെയാണ് എന്ന് വിശദീകരിക്കാറുണ്ട്. അതിങ്ങനെ ക്ലിപ്പാക്കി എടുത്തോണ്ട് കണ്ടോ ഇവര് നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥനയുടെ ഹുക്മെന്താ? അത് മോഷണത്തെക്കാൾ പിടിച്ചുപറിയേക്കാൾ വലിയ തെറ്റ് അല്ലേ? പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ പെട്ടുപോവല്ലേ എന്നൊരു അടിക്കുറിപ്പും കൂടി മൂപ്പരുടെ വക. എന്നാലേ സമസ്തയിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ, സമസ്ത വിഭാഗത്തിലെ പ്രധാനപ്പെട്ട പണ്ഡിതൻ, മിക്കവാറും മുത്തഅല്ലിമീങ്ങളുടെ ഒക്കെ ഉസ്താദ് എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ മുജാഹിദികൾ വിശദീകരിക്കുന്നത് പോലെ തന്നെ വിശദീകരിക്കുന്നു. നിങ്ങളൊന്ന് കേട്ടു നോക്കുക ആ വാചകം. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഹിയ മാ സീദ അലാ മാ ശുരിഅ, ശറഇൽ ഉള്ളതിനേക്കാൾ കൂട്ടിയത്, ഔ നുഖ്സ, അല്ലെങ്കിൽ ശറഇൽ ഉള്ളതിൽ ചുരുക്കിയത്, ഔ നുഖ്സ. എപ്പോഴാണ് ഈ ചുരുക്കലും
അല്ലെങ്കിൽ ഏറ്റവും നടന്നിട്ടുള്ളത് ഉത്തമമായ നൂറ്റാണ്ടുകൾ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശർഈ, ശർഈയായ ഒരു രേഖയുടെയും പിമ്പലം കൂടാതെ കൂട്ടാനും കുറക്കാനും രംഗത്ത് വന്ന ആ കക്ഷികളാണ് ബിദ്അത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അവർ എന്താ റസൂലുള്ളാഹി നിങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞത്? ഓ ആയിഷ, ഇന്നല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിഅൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച കൂട്ടരില്ലേ, അവരാരാണ്? ഹും അസ്ഹാബുൽ ബിദ്അ വൽ അഹ്വാ, പുതിയ പ്രസ്ഥാനത്തിന്റെ തോന്നിവാസത്തിന്റെ ആളുകളാണ്. അവരുടെ തോന്നൽ പ്രകാരം അവർ പറയുന്നു. അവർക്ക് രേഖയുടെ പിമ്പലമില്ല, തെളിവിന്റെ പിമ്പലമില്ല. അവർ ആഗ്രഹിച്ചതും അവർ ഉദ്ദേശിച്ചതും അവർക്ക് തോന്നിയതും പറയാൻ അവർക്ക് പ്രയാസമില്ല, നിസ്സങ്കോചവും പറഞ്ഞുകൊണ്ടിരിക്കും. അവരാണ് ബിദ്അഈ കക്ഷികൾ. ലൈസ ലഹും തൗബത്തുൻ, അവർക്കൊരിക്കലും തൗബയില്ല. ലൈസ ലഹും തൗബത്തുൻ, അവർക്കൊരിക്കലും തൗബയില്ല, പാപമോചനമില്ല. എന്താ കാരണം? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു എന്താ തൗബയില്ല എന്ന് പറഞ്ഞാൽ. ഈ കക്ഷികൾ വിദയത്തിൽ നിലകൊള്ളുന്ന കാലത്തോളം അവർക്ക് തൗബ ഉണ്ടാകില്ല. എന്തുകൊണ്ട്? ഫാസിഖീങ്ങളും മുബ്തദീങ്ങളും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? എന്തുകൊണ്ട്? ഫാസിഖീങ്ങളും മുബ്തദീങ്ങളും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? കള്ളുകൂടി മഹാപാപമാണ്. അല്ലാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലൽ മഹാപാതകമാണ്. വ്യഭിചാരം മഹാപാതകമാണ്, കുറ്റമാണ്. അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാണെന്ന് നാം പറയുന്നില്ല. കള്ളുകൂടി മഹാപാപമാണ്. അല്ലാഹു ഹറാമാക്കിയ നഫ്സിനെ കൊല്ലൽ മഹാപാതകമാണ്. വ്യഭിചാരം മഹാപാതകമാണ്, കുറ്റമാണ്. അങ്ങനെയൊക്കെ മഹാകുറ്റങ്ങൾ തന്നെയാണെങ്കിലും ആ കുറ്റങ്ങൾ ചെയ്തവൻ ഇസ്ലാമിന് പുറത്താണ്, കാഫിറാണെന്ന് നാം പറയുന്നില്ല. അഹ്ലു സുന്നയുടെ വിശ്വാസം അതാണ്. അവരുടെ ഈമാൻ വളരെ ലൈഫാണ്. ശക്തിയുള്ള മുഅ്മിൻ ഒരിക്കലും അത് ചെയ്യില്ല. പക്ഷേ ഇത് ചെയ്തൊരൊറ്റ കാരണം കൊണ്ട് ഇസ്ലാമിന് പുറത്താണെന്ന് അഹ്ലു സുന്നത്തുൽ വൽ ജമാഅ പറയുന്നില്ല. ഏതെങ്കിലും ആവട്ടെ, അഹ്ലു സുന്നയുടെ വിശ്വാസപ്രകാരം അവർ ഇസ്ലാമിന് പുറത്തല്ല. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ പാപമുക്തി നേടാനുള്ള നല്ല മനസ്സൊരു സമയത്ത് വന്നെന്ന് വരാം. കാരണം അവർക്കറിയാം ഞാൻ ചെയ്തത് കുറ്റമാണ്, ഇത് തെറ്റാണ്, പാപമാണ്, അല്ലാഹു പുറത്തു വരുമോ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വേളയിൽ അവർ പറയും, ഇതാ ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങൾക്കതിൽ നിന്ന് മുക്തി കിട്ടണം. അതുകൊണ്ട് തന്നെ സയ്യിദുമാരെ കാണുമ്പോൾ, ആലിമീങ്ങളെ കാണുമ്പോൾ, സാലിഹീങ്ങളെ കാണുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി പറയും. ഈ സ്വഭാവം മുബ്തദിയിൽ കാണില്ല. കാരണം അവൻ വിശ്വസിക്കുന്നത് അവന്റെ ആശയങ്ങൾ 100% ശരിയാണ്, തെറ്റല്ല എന്ന്. അവന്റെ ആശയങ്ങളൊക്കെ സത്യമായി അവൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് തൗബയില്ല. കാരണം തൗബയുടെ ഒന്നാമത്തെ ഷർത്ത് തന്നെ അൽ ഇഖ്റാറു ബിദ്ദംബി, ചെയ്ത പാപം കൊണ്ട് സമ്മതിക്കണം. ഈ സമ്മതം ബിദ്അത്തുകാരിൽ നിന്ന് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ ബിദ്അത്തിന്റെ ആളുകൾ ഒരിക്കലും തൗബ ഇല്ലാത്തവരാണെന്നും അനമിന്നും ബരിയൂൻ, ഞാൻ അവരിൽ നിന്ന് മുക്തനാണ്, വഹും മിന്നീ ബുറാഉ, അവർ എന്നിൽ നിന്ന് മുക്തന്മാരാണ്, അവരെന്റെ ആളുകളാണെന്ന് പറയണ്ട, എന്റെ ദീനിന്റെ ആളുകളാണെന്ന് അവർ പറയണ്ട. അത്രയും ശക്തമായ ഭാഷയിൽ ബിദ്അത്തുകാരെ സംബന്ധിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞെങ്കിൽ ആ ബിദ്അത്തുകാരുടെ അടയാളമാണ് നാബൽസി പറഞ്ഞത്, ശറഉള്ളതിനേക്കാൾ കൂട്ടുകയോ കുറക്കുകയോ ചെയ്ത കക്ഷികളാണ്. എന്താ അദ്ദേഹം വിശദീകരിച്ചത്? കിതാബ് വെച്ചിട്ട്, ഇബാറത്തുകൾ വെച്ചിട്ട് വിശദീകരിക്കാൻ എന്താണ് പറഞ്ഞത്? കള്ളുകുടി, വ്യഭിചാരം, കൊലപാതകം, ഇതൊക്കെ മഹാ തെറ്റാണ്. പക്ഷെ എന്നാലും അവർക്ക് പശ്ചാത്താപമുണ്ട്, അവർക്ക് പാപമോചനം കിട്ടും. എന്നാൽ ബിദ്അത്തിനോ അയാൾക്ക് പാപമോചനം കിട്ടുകയില്ല. കാരണം അയാൾ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന വിചാരത്തിലാണ് അയാൾ ഉള്ളത്.
അതുകൊണ്ട് തന്നെ അയാൾ ഒരിക്കലും പശ്ചാത്തപിക്കുകയില്ല. അങ്ങനെ പരിശോധിക്കുമ്പോൾ വ്യഭിചാരത്തെക്കാൾ, കൊലപാതകത്തെക്കാൾ വലിയ തെറ്റാണ് ബിദ്അത്ത് ചെയ്യുക എന്നത്. അതാണ് പൊന്മുള പഠിപ്പിച്ചത്. ഇത് അറിയണമെങ്കിൽ കിതാബ് പഠിക്കണം, ഇത് അറിയണമെങ്കിൽ ഹദീസ് വായിക്കണം. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ബിദ്അത്തിനെ കുറിച്ച് പണ്ഡിതനായ സുയൂത്തി തന്റെ തൻവീറുൽ ഹവാലിക് എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, മതത്തിൽ പറയപ്പെടും ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അലാമാ യുഖാബിലു സുന്നാ, റസൂലുള്ളാഹിന്റെ സുന്നത്തിന് എതിരായ സംഗതിയാണ് ബിദ്അത്ത്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരായ ബിദ്അത്ത് എതിരാണ് ബിദ്അത്ത്. സുന്നത്തിനെതിരായ കാര്യത്തിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ആ ഗണത്തിൽ പരിശോധിക്കുമ്പോ റസൂലുള്ളാഹിന്റെ കൽപ്പനയില്ലാത്തത്, റസൂലുള്ളാഹിന്റെ വാചകമില്ലാത്തത്, റസൂലുള്ളാഹിന്റെ പ്രവർത്തനമില്ലാത്തത്, റസൂലുള്ളാഹിന്റെ അംഗീകാരമില്ലാത്ത ഏത് പ്രവർത്തനവും ബിദ്അത്തിന്റെ പട്ടികയിലാണ് സ്ഥാനം. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ മുജാഹിദ് പണ്ഡിതന്മാരത് പറഞ്ഞത്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ക്ലിപ്പിട്ട് നടക്കുന്നത് മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ലിപ്പാ. അദ്ദേഹം അങ്ങ് തുറന്ന് വിഷയം പറയുന്നത് കൊണ്ടാ. അതിശക്തമായി വിഷയം അങ്ങ് പറയുമ്പോ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുന്നുണ്ടല്ലേ? ആ പൊള്ളലിൽ നിന്നാണ് നിങ്ങൾ വിവരമില്ലാത്ത വിഷയങ്ങൾ അങ്ങ് വിളിച്ചു പറഞ്ഞു പോയത്. അദ്ദേഹം പറഞ്ഞത് പണ്ഡിതോചിതമായ വാചകമാണ് കേട്ടോ. അതേ പൊന്മുള പറഞ്ഞതുപോലെ കിതാബിന്റെ ഇബാറത്തുകൾ മനസ്സിലാക്കി വെച്ച പണ്ഡിതന്മാര് പറഞ്ഞ വാചകമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ആ വാചകം പഠിക്കാതെ, ആ വാചകത്തെ കുറിച്ച് അറിയാതെ, ആ വാചകത്തിന്റെ നിജസ്ഥിതി എന്തെന്നറിയാതെ എടുത്തുദ്ധരിച്ചു പോയ കക്കുംപടി സാഹിബേ, നിങ്ങൾ വല്ലാതെ ജഹലിൽ വീണുപോയി. അതാണ് എനിക്ക് പറയാനുള്ളത്. കണ്ടോ? അപ്പൊ ബിദ്അത്ത് എല്ലാത്തിനേക്കാൾ വലുതാണ് എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിച്ചു. ഇനി നിങ്ങൾ നോക്കുക, അടുത്തൊരു വിഷയം. ഇനി എന്റെ വിഷയത്തിന്റെ മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്ക് മാറുകയാണ്. ഇനി വളരെ സുപ്രധാനമായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്താണ്? ഇവർ പലപ്പോഴും പറഞ്ഞു നടക്കും, മുജാഹിദുകൾ എപ്പോഴും പറയും അനങ്ങിയാൽ ശിർക്കിനെ പേടിക്കണം എന്ന് പറയാം. അത് ശിർക്ക്, ഇത് ശിർക്ക്, മറ്റേത് ശിർക്ക്. സഹോദരന്മാരെ, മുസ്ലിമീങ്ങൾ ശിർക്ക് പേടിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും ശിർക്കിനെ പേടിക്കണ്ട. കക്കുംപടി സാഹിബിന്റെ സ്ഥിരം ഡയലോഗാ, ശിർക്കിനെ പേടിക്കണ്ടയില്ല. എന്നാൽ വലിയ പണ്ഡിതന്മാർ ശിർക്കിനെ പേടിക്കണോ വേണ്ടേ, പേടിക്കണോ വേണ്ടേ? പണ്ഡിതന്മാര് പേടിക്കണമെന്ന് പറയുന്നു. കാരണം റസൂലുള്ളാഹിന്റെ സുന്നത്ത് അറിയുന്ന ആളുകൾ, അഥവാ ഹദീസിനെ കുറിച്ച് ഒരല്പം വിവരമുള്ള ആളുകൾ പറയും പേടിക്കണം. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഖൂമു സാഅ, ഖിയാമത്ത് സംഭവിക്കുന്നതല്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിലെ ചില ആളുകൾ മുശ്രിക്കീങ്ങളിലേക്ക് ചെന്നു ചേരുന്നത് വരെ, വഹത്താ തഅബുദൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് വരെയും. മാത്രമല്ല റസൂലുള്ളാഹി പറയുന്നു, ശിർക്ക് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് അഖ്ഫാ മിൻ ദബീബിൻ നംല, ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് വരുമെന്ന് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ആളുകൾക്ക് ജനങ്ങളെ എല്ലാ വൃത്തികേടിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി, അള്ളാഹുവിൽ നടത്തി അള്ളാഹു അല്ലാത്തവരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഫത്വ പുറപ്പെടുവിക്കുന്ന ഇവര് പറയാറുള്ളത് ശിർക്കിനെ പേടിക്കണ്ടെന്നാണ്. എന്നാൽ സമസ്തയിലെ സമുന്നതനായ ഒരു പണ്ഡിതൻ, അതേ ആ പണ്ഡിതന്റെ വാചകം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. മാത്രം റിപ്പോർട്ട് ഹദീസിൽ കാണാം, തൂണിന്റെ നേരെ നിസ്കരിക്കൽ കറാഹത്ത. എന്താ കാര്യം? ഇത്തിരി വലത്തോട്ടോ എടുത്തോട്ടോ മാറിയേക്കണമെന്നാ പറയുന്ന അർത്ഥം. എന്താണ് ഈ തൂണിന്റെ നേരെ എന്നുള്ള കുഴപ്പം? തൂണിന്റെ നേരെ നിൽക്കുമ്പോ അതൊരു ബിംബാരാധനയോട് സാദൃശ്യമുണ്ട്. മറ്റുള്ള ആളുകള് ബിംബത്തിന് നേരെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പൂജ നടത്തും. നേരെ മുമ്പിൽ ബിംബത്തിനെ വെച്ചിട്ട് പൂജ നടത്തും. അതിനോടൊരു സാദൃശ്യം തോന്നിപ്പോകുന്നുണ്ട് തൂണിന്റെ നേരെ നിസ്കരിക്കുമ്പോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തൂണിന്റെ നേരെ നിക്കാലം വരെ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഇതൊരു പൂജ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ബിംബാരാധനയുള്ള സാദൃശ്യം നിങ്ങളെ മനസ്സിൽ എവിടെങ്കിലും കയറി വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചു,
ആ തൂണിന്റെ നേരെ നിൽക്കുമ്പോ ആ തൂണിന്റെ ഒരു ബിംബാരാധയുടെ ഒരു ചെറിയൊരു ഒരു ചെറിയ അംശം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറ്റില്ല. നിങ്ങൾ മാറിയുന്നേക്കാണ് തിരുവലത്തോട്ടോ ഇടത്തോട്ടോ ശിർക്ക് വരാതിരിക്കാൻ, മനുഷ്യൻ ഇസ്ലാം എന്ന് പുറത്തു പോകാതിരിക്കാൻ അല്ലാഹു റസൂൽ ശ്രദ്ധിച്ച വിഷയത്തിന്റെ കടുപ്പം പരിശോധിച്ചു നോക്ക്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിന്റെ കടുപ്പം നോക്കൂ. നിങ്ങള് എന്താ കാര്യം? മുസ്ലിം സമുദായം ശിർക്കിലേക്ക് അടുത്തു പോകാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഗൗരവത്തിൽ പറയുന്നു. എന്നാൽ ഇവരുടെ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ, പ്രസംഗകരായ ആളുകൾ, അവരതാ ലാത്തയെയും വേണമെങ്കിൽ വിളിക്കാവുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ആരെ? ലാത്തയെയും വേണമെങ്കിൽ വിളിക്കാം. എവിടെ? റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹായ സമയത്ത് കഅബാലയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് തട്ടി തകർത്ത് താഴേക്കിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള തട്ടിത്തെറിപ്പിച്ച വിഗ്രഹങ്ങളെ, അതേ വിഗ്രഹങ്ങളെ ആരാധിക്കാം വേണമെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. ആ ഭാഗം മാത്രം ഒന്ന് പറയും. ഞാൻ വിളിച്ചാൽ അതെനിക്ക് ഇസ്തിഗാഥയാണ്, അതെന്റെ ധാർമ്മികമായ തൗഹീദിന്റെ പരിധിക്ക് പെടുന്നതാണ്. ഇതുപോലെ ലാത്ത ഒലിയുല്ലാഹി എന്ന കൗല് പ്രകാരം, ലാത്ത അല്ലാഹുവിന്റെ ഒലി എന്ന മഹാത്മാവെന്ന കൗല് പ്രകാരം ആ ചരിത്രം ബോധ്യപ്പെട്ടുകൊണ്ട് യഥാർത്ഥ ഒലി എന്ന് കണ്ടെത്തി ഞാൻ അദ്ദേഹത്തോട് സഹായം ചോദിച്ചാൽ അത് തൗഹീദിന്റെ പരിധിയിൽ പെടുന്ന സഹായമാണ്. ആ സഹായം കൊണ്ട് വിളിച്ചാൽ ഒരിക്കലും തൗഹീദിന് പുറത്തു പോകുന്ന പ്രശ്നം ഇല്ല. ലാത്തയെ മഹാനെന്ന് പറഞ്ഞു കരുതി വിളിച്ചാൽ തൗഹീദിന്റെ പുറത്തു പോകില്ല. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ ദിവസം ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ വിഗ്രഹങ്ങളെ തച്ചു തകർത്ത് തരിപ്പണമാക്കണമെന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ആദർശം പഠിപ്പിച്ച റസൂലുള്ളാഹി മുസ്ലിം ഉമ്മത്തിനെ ആ വിഗ്രഹ പൂജയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നതെങ്കിൽ ആധുനിക ലോകത്ത് റസൂലുള്ളാഹിന്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന, അങ്ങനെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ തലയിൽ കെട്ടും കെട്ടിവെച്ചുകൊണ്ട് പറയുന്നത് ലാത്തയെ വേണമെങ്കിൽ വിളിക്കാം, മഹാത്മാവെന്ന് കരുതിയാൽ മതി. കണ്ടോ, റസൂലുള്ള പറഞ്ഞ വാചകം ശരിയാകുന്നു. റസൂലുള്ള പറഞ്ഞു, അവസാന കാലഘട്ടം എത്തുമ്പോൾ ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിൽ സംജാതമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ കാലഘട്ടമല്ലേ ഇത്? അതല്ലേ? ആരെയും വിളിക്കാം, ഒന്നും പേടിയില്ല. ആരെയും വിളിക്കാം. ലാത്തയും വേണമെങ്കിൽ വിളിക്കാം, ലാത്തയെയും വേണമെങ്കിൽ വിളിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് നേരെ വിരുദ്ധമായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവർക്ക് ആരെയും വിളിക്കാമല്ലോ, ആരെയും വിളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇവർക്ക് മഹാന്മാരോട് വിളിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാനോട് വിളിക്കുന്നത് ലോക്കൽ പണിയാണ്. മഹാന്മാരെ വിളിക്കലാണ് ഏറ്റവും നല്ല പരിപാടി. അടുത്ത ക്ലിപ്പൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്. ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ച ഒരു നിലപാടും സമസ്ത കേരള ജമിയത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയാ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പൊ വരുന്ന അതിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്ത് വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം, ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല,
ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറഇൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഇൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അപ്പോ അള്ളാഹുവിനോട് ദ്വാരക്കുന്നത് ലോക്കൽ പണി, എന്നാൽ മഹാന്മാരോട് ചോദിക്കുന്നതോ അത് ബെൻസിൽ യാത്ര ചെയ്യുന്നത് പോലെ ഏറെ ഉപകാരവും ഫലപ്രദവും. അള്ളാഹിനോട് പറയുന്ന കുറെയൊക്കെ വൈകും. അതുകൊണ്ടാണ് എന്ത് ചെയ്യാ, ഇവർ അനങ്ങിയ ബദരീങ്ങളേന്ന് വിളിക്കും. എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബനാ. അത് പാടാൻ ആരെ? ബദരീങ്ങളോട് ഓരോരുത്തരോടും വിളിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടുമ്പന്നൂർ പറഞ്ഞ വിഷയം പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഇവർക്ക് നഫീസത്ത് ബീവിയെയും വിളിക്കാം. ഇനി വേറൊരു കേട്ടോ, മലയാളത്തിലൊരു സാധനം, ആലത്തിനൊളിവിന്നും കാതിർകത്തി തെളിഞ്ഞുള്ള സുൽത്താനുള്ള അരിഫയനൂറേ ശൈഖ് ആശിക്കുകൾ കരം നീട്ടി കരുണക്കായിരക്കുന്നു സയ്യിദി സിയം ഖുതുബോരേ. അതിന്റെ അമറല്ല മുറ പോലെ നടത്തിയ അരിമുല്ല മലർ വീശുന്നോരേ. എന്റെ അഗമിയമറിയുന്ന അവിടുന്ന് തുണച്ചിടാൻ കേഴുന്നു അബ്ദുൽ ഖാദിറോരേ. ആരോടാ? അബ്ദുൽ ഖാദിറിനോട്. ആര്? CM മടവൂരിനോട് പറയാ, എന്റെ അകംപൊരുളൊക്കെ അറിയുന്ന ഷെയ്ഖേ, നിങ്ങളോട് ഞാൻ കേഴുകയാണ്. ഇനി കേട്ടോ, കഥനത്തിൽ നീറുന്നല്ലേ കൽബകം യാ സയ്യിദി, കരകറ്റി തരണമേ യാ സയ്യിദി സനദി, കാമിലർ ശൈഖിയല്ലേ ഗൗസിയാ മദദി, കാരുണ്യറിലായറ്റം അതാണൻ കൊതി, കൊതികളെല്ലാം വിട്ടിടണേ താഹേ യാ സയ്യിദി, മതി വരുവോളം നൽകിടണം വീരെ, മഗ്ഫിറത്തിൻ മതി നുകരുവാൻ കൊതിക്കുന്ന മാലിക്കെ നിംവിധി കൊത്ത്, കൽബകം ഫർഹാക്കി സുറുമാലെ കുളിർത്തിടാൻ കുത്തുബുൽ ഖിതാബായ രാജായല്ലേ, കുതിരത്തുടയോൻ തന്റെ റീള കൂട്ടിന് കട്ടിപ്പൂട്ടി കാത്തിടാൻ ഇറക്കുന്നു ഹോജാ. അതാ വിളിക്കാൻ. ആരെ? അല്ലാനെയല്ല, ബെൻസിനെ. ആരാ ബെൻസ്? CM മടവൂർ. CM മടവൂരാകുന്ന ബെൻസിനെ വിളിച്ചിട്ട് പറയാ, അദ്ദേഹത്തോടാണ് നമുക്ക് പറയാൻ, എന്റെ ഗൗസേ യാ മദദി യാ സനദി എന്നൊക്കെ. പിന്നെയോ, നിങ്ങളുടെ കാരുണ്യ റിളയാണ് ഏറ്റവും, അതാണ് എൻ കൊതി, അങ്ങയുടെ റിളയാണ് എനിക്ക് വേണ്ടത്. അവര് പറഞ്ഞല്ലേ ആരെ കുറിച്ച്? പിന്നെ നഫീസത്ത് ബീവിയെ കുറിച്ച് പറഞ്ഞതുപോലെ, നഫീസത്ത് ബീവിയെ കുറിച്ച് പറഞ്ഞതുപോലെ എന്ത്? അവരുടെ റിളയാണ് വേണ്ടത്. നബി മുത്തുമകളായ, നബി മുത്തുമകളായ ബംഗീശം മഹിളി ബൈത്തിൽ പതിയോരായേ, പതിയോരായേ, കരുണാരത്തരുൾ ബീവി നഫീസത്തിൽ റളിയല്ല, നഫീസത്തിൽ റളിയല്ല, കാരുണറിള നാങ്കൾ കണൈ തീടല്ല, അണൈ തീടല്ല. ആരുടെ നഫീസ ബീവിയുടെ തടണേ ഉണ്ടോ? എന്താ കാര്യം? പണ്ഡിതന്മാര് ഫത്ത് കൊടുക്കല്ലേ. എന്താ? പടച്ചോ ലോക്കൽ KSRTC. പിന്നെ ഔലിയാക്കന്മാർ ബെൻസ്. പെട്ടെന്ന് ഏറെ ഫലപ്രദം, ഏറെ ഉപകാരപ്രദം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബെയ്ത്തുകളൊക്കെ വന്നത്. എന്നാൽ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരോടും ചോദിക്കാം, ആരോടും ചോദിക്കാം. കേട്ടോ, നിങ്ങൾ അടുത്തത് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ഇങ്ങനെ കരയുന്ന കേട്ടോ അടുത്ത കുറെ ടീമുകൾ. അവിടുത്തേക്ക് ഞങ്ങളെ കറുത്തുയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാഹ്, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ. ഇവിടുത്തെ മജ്ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാഹ്. അവിടുത്തെ നോട്ടമുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ നബിയേ. അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഒരു മജ്ലിസും ഞങ്ങൾക്ക് നൽകല്ലേ നബിയേ. അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നൽകണേ
ഞങ്ങളെ യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. സാധുക്കളാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, മൃഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള് അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, ഞങ്ങൾ രക്ഷപ്പെടുത്തണ തങ്ങള്, ഞങ്ങൾ പൊന്നാര നബിക്ക് എന്തൊരു സന്തോഷമാണ്. ഞങ്ങളിത് കാണൂലേ? അമലക്കും റസൂലുഹു, നിങ്ങൾ ചെയ്യുന്ന അള്ളാഹു കാണുന്നു, അള്ളാഹുവിന്റെ റസൂലും കാണുന്നു എന്ന് ഖുർആനല്ലേ? ഓ പുന്നാര നബിയേ, ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം ഹൗദുൽ കൗസർ എന്ന വെള്ളം തങ്ങളുടേതാണല്ലോ. അതിൽ നിന്ന് ഒരു കോപ്പ എനിക്ക് തരണം നബിയേ, അത് അങ്ങയുടേതാണെന്ന് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒരു കോപ്പ എനിക്ക് തരണം, അങ്ങയുടെ ആ ഹൗദുൽ കൗസർ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ദാഹം മാറില്ല. ഞാൻ വളരെ പാപിയാണ്. കുറെ ആളുകൾ കരഞ്ഞു വിളിക്കുക. ആരോടാ? പടച്ചോനോടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. കാണുന്നില്ലേ നബിയേ, കാണുന്നില്ലേ നബിയേ, തരണം നബിയേ. കരയാൻ ആരോട്? അള്ളാനോട്. അള്ളാനോടല്ലേ കരയേണ്ടത്? പറയുന്ന ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ആ റസൂലുള്ള കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചത് ആരോട്? ആരോട്? അല്ലാഹുവിനോട്. അല്ലാഹുമ്മ ഇൻ തുഹ്ലക് ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദു ഫിൽ അർദി അബദാ. പടച്ചവനെ, ഈ ചെറുസംഗമങ്ങാനം പരാജയപ്പെട്ടു പോയാൽ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ പിന്നെ ആരും ഉണ്ടാകൂല റബ്ബേ. അതറിന്റെ രണാങ്കണത്തിൽ റസൂലുള്ള വിളിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലാഹുവിനോട്. കരയുന്നു റസൂലുള്ള. കരഞ്ഞു കരഞ്ഞ് അവിടുത്തെ മേൽത്തട്ടം താഴേക്ക് വീണുപോകുന്നു നിലക്ക് റസൂലുള്ള കരഞ്ഞു. ഇന്നത്തെ ആളുകളോ അള്ളാഹിനോട് കരയേണ്ടതിന് പകരം റസൂലുള്ളാഹിനെ വിളിച്ച് കരയാ. എന്നിട്ട് കുറെ പൊള്ളും. നബി ഞങ്ങൾ കാണുന്നില്ലേ നബിയെ, ഞങ്ങൾ സങ്കടം കാണുന്നില്ലേ നബിയെ. എന്തൊരു വൃത്തികേട്, എന്തൊരു ദുരവസ്ഥയാണ് ഈ സമുദായത്തിന്. ആ പ്രാർത്ഥനയ്ക്ക് എവിടെ നടന്നെന്നറിയോ? സ്വലാത്ത് മജ്ലിസിൽ. സ്വലാത്ത് മജ്ലിസിൽ ഇവർ വലിയ കെട്ടിപ്പൊട്ടി പറയാറുണ്ട്, സ്വലാത്ത് മജ്ലിസ് വലിയ ബർക്കത്ത്. ആരാ സ്വലാത്ത് മജ്ലിസ് ഉണ്ടാക്കിയത്? ഈ സ്വലാത്തിന്റെ പുണ്യം PPA കുട്ടിദാരിബി അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അതിന്റെ 120-ാമത്തെ പേജിൽ കാണാം. നൂറുദ്ദീൻ ശൗനി, മജ്ലിസിന്റെ പിതാവ്. മുസ്ലിം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വലാത്ത് മജ്ലിസുകൾ സ്ഥാപിച്ച മഹാനാണ് ശൈഖ് നൂറുദ്ദീൻ അശൗനി. മാത്രമല്ല, ഇത് വായിച്ചു വരുന്ന കൂട്ടത്തിൽ കാണാം, ആദ്യമായി മജ്ലിസ് സ്വലാത്തിന്റെ മജ്ലിസ് ഉണ്ടാക്കിയ ആള് അത് ഈ മനുഷ്യനാണ്. ഇയാളാണ് അത്ര ഉണ്ടാക്കിയത്. റസൂലുള്ളാഹി, സ്വഹാബത്തല്ല, താബിഈങ്ങളല്ല, തബഉ താബിഈങ്ങളല്ല, ഇമാമുമാരല്ല. പിൽക്കാലത്ത് ഇയാളാണ് ഇത് ഉണ്ടാക്കിയത്. ആ ഉണ്ടാക്കിയ ബിദ്അത്തായ സ്വലാത്ത് മജ്ലിസിൽ അവിടെ നിന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതിന്റെ അർത്ഥം മുജാഹിദുകൾ സ്വലാത്ത് ചെല്ലുന്നില്ല എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിപ്പോ ഇത്രയും നേരം പറഞ്ഞപ്പോ എല്ലാ സ്ഥലത്തും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. കേട്ട നിങ്ങൾ സ്വലാത്ത് ചൊല്ലി, അതാണ് സ്വലാത്ത്. അതിങ്ങനെ വർദ്ധിപ്പിക്കണം. അതുപോലെ ഇബ്രാഹിമി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അതിങ്ങനെ ചെല്ലുന്ന ആളുകളാണ് മുജാഹിദുകൾ. പക്ഷേ ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വലാത്ത് അത് മുജാഹിദുകൾ ഉണ്ടാക്കൂല. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തട്ടിപ്പ് നടത്തുന്നത്, കരഞ്ഞിട്ട് മൂക്ക് പിഴിഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പോക്കറ്റ് അടിക്കുന്നല്ലേ. ഞങ്ങളല്ലല്ലോ, സമസ്തയിലെ സമുന്നതന്മാരായ പണ്ഡിതന്മാരെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അമ്പലക്കടവ് ഫൈസിയൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. അപ്പോ അവിടെ അതാ അല്ലാഹു അല്ലാത്ത ആരോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് നിങ്ങൾ കണ്ടത്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇനി അടുത്തത് കണ്ടു നോക്ക്. ഇവർക്ക് ആരെയും വശമാണ്. നേരെ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ കല്ല് കരട് കാഞ്ഞുര പുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പടക്കം സൂര്യചന്ദ്ര നക്ഷത്രാദികളെ മുഴുവനും ആരാധിക്കും, വിളിച്ചു പ്രാർത്ഥിക്കും. കണ്ടോ, ഒരു സാധനം സൗണ്ട് ഇല്ലാതെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചിരുന്നു. നോക്കോളൂ.
ഖബറിന്റെ അടുത്തുള്ള സംഗതിയാണത്. ഖബറിന്റെ അടുത്ത് സുജൂദ്, അങ്ങനെ പലതും കാണാം, നോക്കിക്കോളാം. അതുപോലെ ഖബറിന്റെ അടുത്ത് കഅബ തവാഫ് ചെയ്യുന്ന പോലെ തന്നെ ഖബറും തവാഫ് ചെയ്യലുണ്ട്. കണ്ട, ശരിയും തെറ്റും പ്രത്യേകം വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. അത് ജാറത്തിലേക്ക് നേർച്ചയാക്കി ആടാ പോണത്. അത് തുലാഭാരമാണ്. അമ്പലത്തിൽ നടത്തുന്ന പോലെ തന്നെ ജാറത്ത് നടത്തുന്ന തുലാഭാരം കാര്യസാധ്യത്തിന് വേണ്ടി നടത്തുന്ന തുലാഭാരമാണ്. അടുത്തത് നാട്ടുകല്ല്. നേരത്തെ ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടുകല്ലാണ്. ഒരു കല്ലിനെ ആരാധിക്കുന്നതാണ് കാണുന്നത്. ജാറമൊക്കെ കെട്ടിയിട്ട് ഇനി അടുത്തത് മരം. കണ്ട, ഇനി മരത്തിനെ ആരാധിക്കുന്നതായി കാണുന്നത്. മരത്തിനെ ആരാധിക്കുന്നത് കാണുന്നത് കണ്ട, മരത്തിന്റെ മുന്നിൽ അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് ദ്വാരക്കുന്നു മരത്തിനോട്. കണ്ടോ? ഇനി എന്റെ പ്രിയപ്പെട്ടവർ കാണാൻ പോകുന്നത് ഇതിനേക്കാൾ ഗൗരവതരമായ ഒരു വിഷയം. എന്താണത്? പ്രസിദ്ധമായ മമ്പുറം പള്ളിയിൽ, അവിടുത്തെ മമ്പുറം പള്ളിയും അതുപോലെ തന്നെ മുട്ടിപ്പടി പള്ളിയും രണ്ടിന്റെയും ഇടയിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി അതാ തെയ്യം തുള്ളൽ പള്ളിയിലും രണ്ട് പള്ളികളും കേന്ദ്രീകരിച്ച് നടക്കുന്ന തെയ്യം തുള്ളലും പള്ളിയുമായുള്ള ബന്ധമാണ് അടുത്ത കാണിക്കാൻ പോകുന്നത്. കേട്ടു, കണ്ടോളി. കണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തെയ്യം തുള്ളുന്നു. ഇത് അപ്പുറത്തെ പള്ളിയിൽ വരുമ്പോ ഖത്തീബ് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഖുത്ബ നടത്തുന്നത്. പള്ളിയുടെ വാതിക്കൽ ഇങ്ങനെ തെയ്യം തുള്ളുന്നു. കണ്ടോണം, നിങ്ങൾ കാണാൻ പോകുന്നതാണ്. ഇത് മുജാഹിദിന്റെ പള്ളിയൊന്നുമല്ല, സമസ്തയുടെ പള്ളിയാ. സമസ്തക്കാരുടെ ദീനായി കാണുന്നത്. എന്നാ ഒരുത്തൻ കള്ളും കുടിച്ചു കൊണ്ടുപോകണണ്ട എന്താ പള്ളിക്കകത്താ. ഇതെല്ലാം പള്ളിക്കകത്ത. കണ്ട, മൂപ്പര് ഫിറ്റാ. പള്ളിക്കകത്ത മടക്കി കുത്തിക്ക് പോണ കണ്ട. ഹത്തീബ് ഖുത്ബ ഓതണ്. പുറത്ത് നല്ല പരിപാടിയാ. കാരണം എന്താ? ഓതണത് നബാത്യ ഖുത്ബയാണ്. ആളുകൾക്ക് തിരിയുന്നില്ല. അതിനേക്കാൾ രസമുള്ളത് പുറത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുത്ബ ആളുകൾ ശ്രദ്ധിക്കുന്നില്ല, പുറത്തെ പരിപാടിയാണ് ശ്രദ്ധിക്കുന്നത്. ഇനി കണ്ടോ, ഇനി അടുത്ത വിഷയം വരാൻ പോണ ഭീമാപ്പള്ളിയാ. പെട്ടെന്ന് തിരക്കണം. നമ്മുടെ നിയമപാലകർ പറഞ്ഞു 10 മണിക്ക് തന്നെ അവസാനിപ്പിക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറെ കാര്യങ്ങൾ വരാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പോവാ. കണ്ടോ നിങ്ങൾ? ഇനി ഭീമാപ്പള്ളി കണ്ടോ? ഭയങ്കര തക്വയാ. സമസ്ത കുട്ടികളാ, നമ്മളെ കക്കുമ്പഴിയുടെ സഹോദരങ്ങളാ വരുന്നത്. പിടിച്ചു പറിക്ക്. എല്ലാവർക്കും വേണം. ചീരണിയാണ്. ചീരണി ആണും പെണ്ണൊന്നും ഇവിടെ വ്യത്യാസമല്ല. മുജാഹിദ് പള്ളിയിൽ പെണ്ണുങ്ങൾ പോയ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി ഉണ്ടോ? കൂടിക്കല്ലെന്ന് ചക്കരയും പീരയും കൂടെ കൂടിക്കലരുന്ന്. അതിനിടയ്ക്ക് ലായലാലിനെ വിളിക്കുന്നുണ്ട്. സ്വാമി അയ്യപ്പ വിളിക്കാൻ പറ്റാത്തോണ്ടാ.
കണ്ടോ, ഇത് ഭീമാപ്പള്ളിയിലാണ് പ്രധാനപ്പെട്ട പള്ളി. ഇനി അടുത്തൊരു വിഷയം വരാൻ കൊണ്ട്, സ്ത്രീകൾക്ക് പള്ളി പോകുന്നത് തെറ്റ്, ഹറാമാണ് കേട്ടോ. ജാറത്തിൽ പോകലോ വളരെ അനുവദനീയമായ കാര്യമാണ്, മനസ്സിലായല്ലോ. അതിന് പോകാം, മറ്റേന് പോകാൻ പാടില്ല. ഇനി അടുത്ത ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്ക്. ജാറത്തിൽ ഒരു സ്ത്രീയെ മന്ത്രിക്കണേ കാണുന്നു. ജാറത്തിന്റെ ഉള്ളില് യാ ബുർക്കാനി യാ കുടുക്കായില് ഇനി മുട്ടിറക്കാൻ പോവാണ്. മൂപ്പര് ഒഴിഞ്ഞുകൊണ്ടോ തേങ്ങ പൊട്ടിക്കാൻ പോവാ. റെഡിയാണ്. റെഡി 1 2 ആദാ പൊട്ടിന് പൊട്ടി. അടുത്ത മന്ത്രം കണ്ടോ? ആരാ പച്ചന്റെ ഉള്ളിൽ ആരാന്ന് നോക്കിക്കോ, അടിയിൽ നോക്കിക്കോ. കൈയടിക്കരുത്, കൈയടിക്കരുത്. അപ്പൊ നോക്ക് നിങ്ങൾ സഹോദരങ്ങളെ, ഇപ്പൊ കണ്ട ജാറത്തിന്റെ ഉള്ളിൽ പെണ്ണ്. എനിക്ക് കഴിഞ്ഞില്ല, ഇവര് പള്ളിയിൽ പെണ്ണുങ്ങളെ കൊണ്ടു. എപ്പോഴാണെന്നറിയോ? പള്ളി ഉദ്ഘാടനം ചെയ്ത പൈസക്ക് വേണ്ടി മാത്രം പെണ്ണുങ്ങളെ കൊണ്ടുവന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഈ സമസ്ത മുസ്ലിയാക്കന്മാരെ മുഴുവൻ അടവാ. പള്ളി ഉദ്ഘാടനം ചെയ്താൽ പെണ്ണുങ്ങൾക്ക് പള്ളി കയറാം, അവരൊക്കെ പള്ളി കയറി ആ പൈസ ഒക്കെ കൊടുത്തിട്ട് പോരാം. കണ്ടോ? അത് മുജാഹിദ് പെണ്ണുങ്ങളൊന്നും അല്ലാട്ടാ, സമസ്ത പെണ്ണുങ്ങളാണേ പള്ളി പോണത്. എല്ലാരും പള്ളിക്കൊല്ലത്ത് കയറട്ടെ. പൈസ ഒക്കെ മേടിച്ചോ. കണ്ടോ? ഇപ്പൊ പള്ളിയിൽ പരസ്പരം പുരുഷന്മാര് കണ്ടുമുട്ടുന്നത് കുഴപ്പമില്ല, പരപുരുഷ സ്ത്രീ സമന്വയം കുഴപ്പമില്ല, എല്ലാം അനുവദനീയം. കണ്ടോ? നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. കണ്ടോ? എല്ലാം അനുവദനീയം. മുജാഹിദിന്റെ പള്ളി പെണ്ണുങ്ങൾ പ്രത്യേക വഴിയിലൂടെ കയറി പ്രത്യേകം ഒന്നുകൊടുക്കുന്ന സ്ഥലത്ത് ഒന്നുകൊടുത്ത് പ്രത്യേകം നിസ്കരിക്കുന്ന സൗകര്യത്തിൽ നിസ്കരിച്ചാൽ കുറ്റം. ഇപ്പോഴോ അനുവദനീയം. കണ്ടോ? എന്നിട്ട് അവസാനം ഇവരോ പെണ്ണുങ്ങൾ കയറി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ശുദ്ധി കലശം. സാധാരണ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി ശുദ്ധി കലശം ചെയ്താൽ പിന്നെ ഒരിക്കലും തച്ചന് പിന്നെ തൊടാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ കയറുന്ന പിന്നെ ശുദ്ധി കലശം കഴിയുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾക്ക് കയറാം. ശുദ്ധി കലശം കഴിഞ്ഞാൽ പിന്നെ ഹറാം. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതിനേക്കാളൊക്കെ വലിയൊരു സംഗതിയുണ്ട്. ഈ ജാറത്തിലാണ് മറ്റൊരു തോന്നിവാസം നടക്കാറുള്ളത്. എന്താ? ആന എഴുന്നള്ളിക്കൽ. ഹിന്ദുക്കൾ തങ്ങളെ അമ്പലത്തിൽ ആന എഴുന്നള്ളിക്കുന്നത് പോലെ ജാറത്തിൽ ആന എഴുന്നള്ളിക്കുന്നു. ചില ആളുകൾ വെച്ച് ആന തെറ്റല്ലേ ഉസ്താദെ? ആനയ്ക്ക് എന്താ കുഴപ്പം? കേട്ടോ, ആനയുടെ കുഴപ്പം കണ്ടോ? ആനനെ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ആനയുടെ കുഴപ്പം കണ്ടില്ലേ സക്കാഫി? കുത്തി മരത്തുന്നു. എന്താ ആനയുടെ കുഴപ്പം? എന്നിട്ട് ഇവര് പറയുന്നല്ലോ ആന ഹറാമില്ലാന്ന്. കണ്ടോ? ജാറത്തില് ഉത്സവത്തിന് ചന്ദനക്കുടത്തിന് കൊണ്ടുവന്നായി കണ്ടത് ആന. ആ ആന വന്നപ്പോ കൊടുക്കാവുന്ന മാക്സിമം കൊടുത്തിട്ട് മൂപ്പരങ്ങ് തിരിച്ചുപോയി. ഇനി എന്റെ പ്രിയപ്പെട്ടവർ അടുത്ത് കാണാൻ പോകുന്ന മറ്റൊന്നാണ് നമ്മുടെ കക്കുംപള്ളിയുടെ ആളുകള് ദിക്ർ ചൊല്ലുന്നതിന്റെ സ്റ്റൈല്. എങ്ങനെയാ ദിക്ർ? ആ ദിക്ർ ഒന്ന് കണ്ടോ, പെട്ടെന്ന് കണ്ടോ. പെന്തക്കോസ്റ്റുകാരല്ല കേട്ടോ, പെന്തക്കോസ്റ്റുകാരല്ല. എന്താ എനർജി! സുന്നത്തിയെ മാത്രമേ കുട്ടികളാ, കണ്ടില്ലേ? അണ്ണാ, എന്താ തുള്ളല് നോക്കിയേ. കണ്ടോ? ഇത് ശരിക്ക് ബന്ധക്കോസ്റ്റാര്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടോ കണ്ടോ?
കണ്ടോ, റസൂലുള്ള പഠിപ്പിക്കാത്ത ദിക്ർ അതേ രൂപത്തിൽ. ഇനി ഇവര് മാത്രമല്ല, ഈ ടീം മാത്രമല്ല, വേറൊരു ടീമുണ്ട്. നമ്മുടെ കക്കാട് മുഹമ്മദ് ബഷീർ സൂഖിയ തരീഖത്ത്, അതുകൊണ്ട് കണ്ടോളൂ. അതൊരല്പം മാത്രം കണ്ടോ, പെട്ടെന്ന് കണ്ടു നിർത്തണം. ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ട്, കഥകളിയുണ്ട്, പിന്നെ ഒപ്പനുണ്ട്, എല്ലാം ദിക്റ. അവിടെ നിൽക്കട്ടെ. അപ്പൊ നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് ദിക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്ർ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ദിക്ർ ചെല്ലുന്നവരാ. വീട്ടിൽ ഉറക്കത്തിൽ എഴുന്നേറ്റത് മുതൽ പിന്നീട് ഉറക്കപ്പായിൽ എത്തുന്നവരെ നമ്മൾ ദിക്ർ ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലും. ഈ ജാതി ഒരു ദിക്ർ റസൂൽ പഠിപ്പിച്ചില്ല. റസൂലെ സഹാബത്തും കൂടിയിട്ട് ഇങ്ങനെ തുള്ളിയിട്ടൊരു ദിക്ർ ചൊല്ലിയിട്ടില്ല. പക്ഷെ ഇവരിതാ സുന്നത്തി ജമാഅത്താണിത്. സുന്നത്ത് ജമാഅത്ത്, അതാ രസം. ഇതാണ് ഏറ്റവും സുന്നത്തി ജമാഅത്ത്. നമ്മൾ വിദ്യാർത്ഥിന്റെ ആളുകൾ, മുജാഹിദുകളൊക്കെ പുറത്തു പോയവരാരാണ്? ഈ അകത്തുള്ള ആളുകളുടെ അവസ്ഥ ഇപ്പൊ കണ്ടത് നിങ്ങൾ. അകത്തുള്ള ആളുകളുടെ അവസ്ഥ കാണുന്നത് എനിക്ക് കഴിഞ്ഞില്ല. അടുത്തുണ്ടൊരു ക്രിമിനൽ റാത്തീബ്, അതിന്റെ ഒരു തുടക്കം ഒന്ന് കാണിച്ചു കൊടുക്കും. ഉള്ളിലേക്ക് കുത്താൻ പേടിയാ, പുറത്ത് മാത്രമേ പോറുള്ളൂ, തോല് മാത്രമേ പോറുള്ളൂ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കുത്തറാത്തീബ് എന്ന പേരിൽ ശരീരം പോറുന്ന ഏർപ്പാട് റസൂലിനെ പഠിപ്പിച്ചല്ല, ഖുർആനിൽ ഇല്ലാത്തതാണ്. അള്ളാഹ് റസൂൽ ഇങ്ങനത്തെ ഒരു ദീനിനെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ വെല്ലുവിളിച്ച് പറയാറുണ്ട്, നിങ്ങൾ റിഫായി റാത്തീബ് എന്ന നിലക്കോ മുഹിയുദ്ദീൻ റാത്തീബ് എന്ന നിലക്കോ കുത്തറാത്തീബ് നടത്ത്. നിങ്ങൾ റാത്തീബ് നിങ്ങളെ വക, ചൊല്ലൽ നിങ്ങളെ വക, കുത്തൽ നമ്മളെ വക. ധൈര്യം ഉണ്ടോ? കുത്തൽ നമ്മളെ വക. നിങ്ങളെ കത്തി എന്നാ മതി. നിങ്ങൾ കത്തി നമ്മളെ നല്ല ഊക്കം കുത്തി കാണിച്ചു തരാം. നിങ്ങളെ ദിക്റിന്റെ കോലങ്ങ് നിൽക്കും. അപ്പോ നിങ്ങളെ തരീഖത്തിന്റെ കോല അവിടെ നിൽക്കും. അപ്പൊ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സാധനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ മുസ്ലിം സമുദായത്തിൽ ഊന്നരാശയങ്ങൾ കടത്തിക്കൂട്ടി നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു സംഗതി നിങ്ങൾ ചെയ്യരുത്. നബിദിനാഘോഷത്തിന്റെ പേരിൽ തോന്നിവാസം നിങ്ങൾ നടത്തരുത്. റാലി നടത്തിക്കൊണ്ട് ബ്ലോക്ക് ചെയ്യരുത്. അങ്ങനത്തെ വിഷയങ്ങളും ജാറത്തിലെ സമ്പ്രദായങ്ങളും ഒക്കെ പറഞ്ഞപ്പോ ഇവര് നമ്മളെ ചീത്ത വിളിക്കാൻ വേണ്ടി ഇട്ടതാണ്. നമ്മുടെ വിഭാഗത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ മടവൂർ വിഭാഗം നടത്തിയ പിന്നെ സെലഫി ഫസ്റ്റ് എന്ന് പറയുന്ന സംഗതി. ഇവരുടെ റാലി ഒന്ന് കണ്ടു നോക്ക്. പെട്ടെന്ന് ഞാൻ റാലി ഒന്ന് ഇടുകയാണ്. കണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള റാലി കണ്ടോ? റസൂലുള്ളാഹി പഠിപ്പിച്ചു, പിന്നെ ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, നിങ്ങൾ വഴിയിൽ നിന്നും ബ്ലോക്ക് നീക്കി കൊടുക്കണം. അതാണ് ഈമാനിന്റെ ലാസ്റ്റത്തെ പടിയെന്ന്. ആ സ്വഭാവം പോലും ഇല്ലാതെ റസൂലുള്ളാഹിന്റെ പേര് റാലി നടത്തിക്കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? ഇതങ്ങിട്ടപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇവര് സെലഫി ഫസ്റ്റ് നടത്തിയ ആളുകളാണ്. ഇവർ സെലഫി ഫസ്റ്റ് എന്ന പേരിൽ ഇവിടെ കക്കുംപടി ഇട്ടിരുന്നു. എന്ത് സെലഫി ഫസ്റ്റ് നമ്മൾ നടത്തിയെന്ന്? നമ്മൾ സെലഫി ഫസ്റ്റ് നടത്തിയിട്ടില്ല. മുജാഹിദുകൾ അങ്ങനെ നടത്തിയിട്ടില്ല. ഒരു റാലി പോലും മുജാഹിദ് നടത്തിയിട്ടില്ല. മുജാഹിദുകൾക്ക് കൊടിയില്ല, മുജാഹിദുകൾക്ക് റാലിയും ഇല്ല. അതേ സമയത്ത് ഞങ്ങളും തെറ്റിപ്പിരിഞ്ഞു പോയൊരു വിഭാഗമുണ്ട്, മടവൂർ വിഭാഗം. അവർ നടത്തിയ സെലഫി ഫസ്റ്റ് ആയവർ ഇട്ടത്, അത് നമ്മുടെ പേരിൽ ഇട്ടത്. എന്നാൽ രണ്ട് ഗ്രൂപ്പിന്റെ ഓരോ സാധനം കണ്ടോ? പെട്ടെന്ന് കാണിച്ചു കൊടുക്കുക. രണ്ട് ഗ്രൂപ്പിന്റെയും ഉള്ളാൽ തങ്ങൾ ഫാത്തിഹ ഓതി തുടങ്ങുന്നതും അതിനുശേഷം മറ്റതും. ഉള്ളാൽ തങ്ങൾ ഫാത്തിഹ ഓതി വരക്കാം. മാറ്റിക്കൊടു കണ്ടോ? കണ്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കാണിക്കുന്നുണ്ട? ഇതാണ് സമസ്ത, കക്കുംപടിയുടെ സമസ്തയെ കാണുന്നത്. ഇനി അടുത്തത് ഇനി മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് നടത്തിയ ഒരു സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനം നോക്ക്. ഫാത്തിഹ ഓതിട്ടാ തുടങ്ങും. സ്റ്റേജിൽ ഇവർ കാണിക്കുന്ന രൂപം പെട്ടെന്ന് അടിച്ചു മതി. കണ്ടോ ഡാൻസ് കണ്ടോ? പുതിയ സിനിമയുടെ പാട്ടുകളൊക്കെ ഇട്ട് ഓരോ സിനിമയുടെ ഡാൻസ് അനുസരിച്ച് എല്ലാത്തരം ഡാൻസും പാട്ടുകളും ഒക്കെ ഇവർ നടത്താം. എന്നിട്ട് മുജാഹിദുകളെ ചീത്ത വിളിക്കുക. നമ്മളാണ് ചെയ്ത പോലും. മുജാഹിദുകൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്യുകയുമില്ല.
സംഗീതത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുന്നവരാണ് ഞങ്ങൾ. ഉസൈൻ സലഫിയുടെ പ്രസംഗം തന്നെയുണ്ട്, സംഗീതം ഇസ്ലാമിൽ എന്ന പേരിൽ സംഗീതത്തെ ശക്തമായി എതിർത്തുകൊണ്ട്. കാരണം റസൂലുള്ള പഠിപ്പിക്കാത്തതാണത് എന്നതുകൊണ്ട് തന്നെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവർ ചെയ്ത കാര്യങ്ങളാണ് ഈ കണ്ടത് മുഴുവനും. ഇനി നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കാണിച്ചത് മുഴുവനും. ഇനി ഞാൻ കാണിക്കുന്ന മറ്റൊരു വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇവർ കടത്തിക്കൂട്ടിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മുടിയുമായി ബന്ധപ്പെട്ടത്. മുടിയുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കാൻ റസൂലുള്ളാഹിന്റെ മുടി കിട്ടിയെന്ന്. ഇതാണ് റസൂലുള്ളാഹിന്റെ മുടി, കണ്ടോ? റസൂലുള്ളാഹിന്റെ മുടി കണ്ട എല്ലാരും? എന്നാ റസൂലുള്ളാഹിന്റെ മുടിയിട്ട് വെള്ളം കുടിക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർക്ക് കിട്ടിയ മുടി കാന്തപുരം വിഭാഗം, സമസ്തയുടെ കാന്തപുരം വിഭാഗത്തിന് കിട്ടിയ മുടിയാണ് ഈ കാണുന്നത്. റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞ് അബുദാബിയിലെ ഏതോ ഒരു ഖസറജ് കൊടുത്ത നീളമുള്ള ഒരു കെട്ട് മുടി, ആ മുടി കൊണ്ടുവന്ന് വെള്ളം കൊഴിച്ച് ആ വെള്ളം ജനങ്ങൾക്ക് വിറ്റ് കാശാക്കുന്ന ഏറ്റവും വലിയ മതകച്ചവടക്കാരായി മാറിയിരിക്കുന്നു സമസ്തയുടെ ആധുനിക വിഭാഗം. റസൂലുള്ളാഹിന്റെ സഹാബത്തെ അറിയാത്ത തോന്നിവാസം. ഇത് കിട്ടിയ ആളുകൾ നിങ്ങൾക്കറിയുമല്ലോ. ആ ആളുകളെ കുറിച്ച് സമസ്ത പണ്ഡിതന്മാരെ തന്നെ പറയുന്നുണ്ട്, അവർ തന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ തന്നെ മുടി കളഞ്ഞിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. ആ മുടി വിതരണം ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, നിങ്ങളെ മെമ്പർഷിപ്പ് SKSSF-ലാണെങ്കിലും നിങ്ങളെ മെമ്പർഷിപ്പ് SSF-ലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്നാലോചിക്കണം, മുസ്തഫായ റസൂലുള്ളാഹിന്റെ മുടി പരിശുദ്ധ കരങ്ങളിൽ അല്ലാതെ എത്തൂല. ഇതാ പഠിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേ എത്തൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. റസൂലുള്ളാഹിന്റെ മുടി ബർക്കത്തെടുക്കേണ്ടത് തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്, റസൂലുള്ളാഹിന്റേതായ ഒരു കാര്യവും ഇന്ന് ഭൂമിയുടെ പുറത്തില്ല എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ മുജാഹിദുകളെ ചീത്ത വിളിക്കുന്ന ആളുകൾ പറഞ്ഞ് ഞങ്ങൾക്ക് റസൂലുള്ളാഹിയോട് ഇഷ്ടമില്ല എന്ന്. എന്നിട്ട് ഇവരോ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു കള്ളമുടി കൊണ്ടുവന്ന് അത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളമിട്ട് കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാട്. ഇതൊക്കെയാണ് സഹോദരങ്ങളെ സമസ്ത മതം. ഇതൊക്കെയാണ് സമസ്ത മതം. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഏർപ്പാട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളോട് എനിക്ക് വളരെ വിനയത്തോടെ പറയാനുള്ളത്, ഞാനും നിങ്ങളുമൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരാണ്. നാളെ ഖബറിന്റെ അന്ധകാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ ചെല്ലുന്ന ആദ്യത്തെ ദിവസത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ശരീരം മുഴുവനും പുഴുക്കൾ തിന്നുപോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവിടുത്തെ അഹങ്കാരങ്ങളൊക്കെ പോകും, ഇവിടുത്തെ ഹുങ്കെല്ലാം പോകും, ഇവിടുത്തെ പ്രതാപം പോകും. അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ട് ജഡാവസ്ഥയിലേക്കെത്തി ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ കിടക്കുന്ന സമയത്ത് നാളെ റബ്ബിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്ന ഈ അവസ്ഥ ആലോചിച്ചു നോക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മുടെ എല്ലാ വിഷയങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തസൂലു ഖദമാ അബ്ദിൻ, ഒരു അടിമയുടെ കാല് വെച്ചെടുത്തു നനക്കാൻ പറ്റുകയില്ല. അവനോട് ചില ചോദ്യങ്ങൾ അല്ലാഹു ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? ഓ മനുഷ്യ, നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയാനുണ്ടെന്ന് ചിന്തിക്കണം. രണ്ടാമത് ചോദിക്കുന്നു, അവന്റെ യുവത്വത്തെ കുറിച്ച് ചോദിക്കുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് നീ ചെലവഴിച്ചത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എന്ത് മറുപടി പറയാനുണ്ടെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അഥവാ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കപ്പെടുന്ന അവസ്ഥയിൽ, ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് റസൂലുള്ളാഹിന്റെ ഉത്തമ അനുയായിയായി സ്വർഗത്തിൽ കടക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഹൗലുൽ കൗസറാണ്. ഹൗലുൽ കൗസറാണ്. അത് കോരി കുടിക്കാൻ, അത് വേണ്ടുവോളം കുടിക്കാൻ നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ? റസൂലുള്ള പഠിപ്പിച്ച ആദർശത്തിൽ അടിയുറച്ചു നിൽക്കണം കേട്ടോ. റസൂലുള്ള പഠിപ്പിക്കാത്തത് ചെയ്തു പോയാൽ റസൂലുള്ള ആക്ഷേപിക്കുന്നു. റസൂലുള്ള പറയുകയാണ്, നാളെ അതാ എന്റെ അടുത്തേക്ക് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ കടന്നു വരികയാണ്. ഞാൻ അവർക്ക് ഹൗലുൽ കൗസർ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് വിളിച്ചു പറയുന്നു, കൊടുക്കല്ല നബിയേ,
കൊടുക്കല്ല ഹബീബേ. അങ്ങയുടെ വഫാത്തിന് ശേഷം ഇവർ ഈ മതത്തിൽ എന്തൊക്കെയാണ് കടത്തിക്കൂട്ടിയതെന്ന് അങ്ങേക്ക് അറിയില്ല നബിയേ. കൊടുക്കല്ല ഹബീബേ. അപ്പൊ റസൂലുള്ള പറയുകയാണ് സുഹഖൻ ഫസുഹഖാ ലിമൻ ബദ്ദല ബഅദീ. എന്റെ വഫാത്തിന് ശേഷം എന്റെ ഞാൻ കൊണ്ടുവന്ന ആശയത്തിൽ ആദർശത്തിൽ പുതുതായത് കടത്തിക്കൂട്ടിയ ആളുകളെ ദൂരേക്ക് പോകൂ, വിദൂരത്തേക്ക് പോകൂ, നിങ്ങൾക്ക് വെള്ളം തരുന്നതല്ല. റസൂലുള്ള പറയുകയാണ്, ആട്ടിയോടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, റസൂലുള്ള ആട്ടിയോടിക്കുന്ന വിഭാഗത്തിൽ പെടരുത് കേട്ടോ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ മേടിച്ചു കുടിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ ലാ യളുമഉ ബഅദഹു അബദാ, ഒരിക്കലും പിന്നെ ദാഹമുണ്ടാവുകയില്ല. അങ്ങനെ സ്വർഗത്തിൽ റസൂലുള്ളയോടൊപ്പം, അങ്ങനെ സ്വർഗത്തിൽ ഉന്നതന്മാരോടൊപ്പം കഴിഞ്ഞുകൂടാൻ നമുക്ക് ആവണം. അതിനുവേണ്ടി ദീന് നന്നായി പഠിക്കണം. തെറ്റിദ്ധരിപ്പേക്കലുകൾ കുടുങ്ങിപ്പോയാൽ ദീനങ്ങ് ഫസാദായി പോകും കേട്ടോ. അതുകൊണ്ട് ദീനിന്റെ ശരിയായത് കണ്ടുപിടിച്ചുകൊണ്ട് പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊള്ളണമെന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.